ക്രിസ്തുവിൽ പ്രിയരെ, വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം. ആണ്ടുവട്ടത്തിലെ അവസാന ഞായർ ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാളായാണ് സഭ ആഘോഷിക്കുന്നത്. ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാളിൻ്റെ ആശംസകളും നന്മകളും നേരുന്നു. ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൻ്റെ വ്യവസ്ഥകൾ വ്യക്തമാക്കുന്ന വചനഭാഗമാണ്. രാജാക്കന്മാരുടെയും രാജസ്ഥാനത്തിൻ്റെയും മേന്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നെങ്കിലും രാജ്യത്വം ഇന്നും പരമാധികാരത്തിൻ്റെ പ്രതീകമാണ്. ക്രിസ്തുവിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും രാജ്യങ്ങളും ക്രിസ്തുവിൻ്റെ രാജ്യത്വം അംഗീകരിക്കേണ്ട ആവശ്യകത അനുസ്മരിപ്പിക്കാനാണ് 1925 11-ാം പിയൂസ് പാപ്പ ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കാലിത്തൊഴുത്തിൽ പിറന്ന നിസ്വരിൽ നിസ്വനായി ജീവിച്ച് കാൽവരിയിൽ കുരിശിലേറും വരെ തലചായ്ക്കാനിടമില്ലാത്ത വിധം സാധാരണക്കാരനായി തീർന്ന ക്രിസ്തുവിനെ തൻ്റെ ജീവിതകാലത്ത് ചെങ്കോലും കിരീടവും ധരിച്ച് രാജാവാക്കാൻ പലരും ശ്രമിച്ചെങ്കിലും അവിടുന്ന് വഴുതി മാറുകയായിരുന്നു. നീ രാജാവാണോ എന്ന പീലാത്തോസിൻ്റെ ചോദ്യത്തെ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പ്രത്യുത്തരിച്ച് തൻ്റെ രാജ്യത്തെ ഒരു സമസ്യയാക്കി നിലനിർത്താനാണ് അവിടുന്ന് പരിശ്രമിച്ചത്. അവിടുത്തെ കുരിശിൽ തറച്ച ആ കുരിശിൽ തൂക്കിയ അയ്യന്നാറൈ യേസൂസ് നസറേനൂസ് റെക്സ് യൂദയോരും നസ്രായനായ യേശു യഹൂദരുടെ രാജാവ് എന്ന ശീർഷകം പീലാത്തോസിന് പറ്റിയ കയ്യബദ്ധമായാണ് പ്രധാന പുരോഹിതരായ കയ്യഫാസ് കൂട്ടരും വാദിച്ചത്. ഈ തലത്തിൽ യേശുവിൻ്റെ രാജ്യത്വത്തെ എവിടെയാണ് നമുക്ക് ദർശിക്കുവാൻ കഴിയുക? രാജാധികാരത്തിൻ്റെ ആടയാഭരണങ്ങളോട് വിരക്തിയും ചെങ്കോലിനോട് വിപ്രതിപത്തിയും കാട്ടിയ രാജാക്കന്മാർ ചരിത്രത്തിൻ്റെ നാൾവഴികളിൽ ഒറ്റപ്പെട്ടതായെങ്കിലും ഉണ്ടായിരുന്നു. രാജകൊട്ടാരം വിട്ട് ബോധിവൃക്ഷത്തണലും തേടിയിറങ്ങിയ ശ്രീബുദ്ധനും കലിംഗ യുദ്ധത്തിൻ്റെ കെടുതിയിൽ കരൾ നൊന്ത് അഹിംസാമൃതം വരിച്ച അശോകനും ജ്യേഷ്ഠൻ്റെ പാദുകങ്ങൾ സിംഹാസനത്തിൽ വച്ച് ദാസനായി രാജ്യഭരണം നിർവഹിച്ച ഭരതനും ചേമ്പിലയിലെ വെള്ളമെന്ന പോലെ അധികാരവുമായി ഒട്ടിപ്പിടിക്കാത്ത രാജാക്കന്മാരായിരുന്നു. അധികാരം ലഹരിയാകുമ്പോൾ മനുഷ്യൻ പിശാചാകുന്നു എന്ന ആത്മീയതയുടെ തിരിച്ചറിവ് നേടിയവരാണവർ. എന്നാൽ ഈ വിരക്ത രാജാക്കന്മാരെ പോലെ അധികാരം വെടിഞ്ഞു എന്നത് മാത്രമല്ല യേശുവിൻ്റെ പ്രത്യേകത, മറിച്ച് രാജ്യത്വത്തിനും അധികാരത്തിനും പുതിയ ദിശാബോധം നൽകുകയായിരുന്നു യേശുവിൻ്റെ രാജ്യത്വവും ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാളിൻ്റെ പ്രസക്തിയും. അധികാരം സേവനത്തിനാണ്, ശുശ്രൂഷയിലാണ്, സഹനത്തിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് തൻ്റെ രാജ്യത്വത്തിലൂടെ ക്രിസ്തു വ്യക്തമാക്കി തരുന്നു. പ്രശസ്തനായ നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞിരിക്കുന്നു, അലക്സാണ്ടറും സീസറോയും ചാൾമേയനും ഞാനുമൊക്കെ ശത്രു സംഹാരത്തിലൂടെയും പടയോട്ടത്തിലൂടെയും രാജ്യം വിസ്തൃതമാക്കാൻ പരിശ്രമിച്ചപ്പോൾ ലോകചരിത്രത്തിൽ ഒരാൾ മാത്രം തൻ്റെ രാജ്യം സ്നേഹത്താൽ വിസ്തൃതമാക്കാൻ പരിശ്രമിച്ചു. ആ രാജ്യം എന്നും നിലനിൽക്കുന്നു. ക്രിസ്തുവിൻ്റെ രാജ്യം സ്നേഹത്തിൻ്റെ രാജ്യമാണ്, സത്യത്തിൻ്റെ രാജ്യമാണ്, ജീവൻ്റെ രാജ്യമാണ്, വിശുദ്ധിയുടെ രാജ്യമാണ്, നീതിയുടെ രാജ്യമാണ്, സമാധാനത്തിൻ്റെ രാജ്യമാണ്. ക്രിസ്തുവിൻ്റെ രാജ്യം മനുഷ്യഹൃദയങ്ങളെ കീഴടക്കുകയും സ്നേഹത്തിലും സമാധാനത്തിലും ഉറപ്പിക്കുന്ന രാജ്യവുമാണ്. ക്രിസ്തുവിൻ്റെ രാജ്യത്വം 3 രീതിയിൽ വ്യക്തമാക്കപ്പെടുന്നു. ഒന്നാമതായി, ദാവീദിൻ്റെ പുത്രൻ എന്ന നിലയിൽ ക്രിസ്തു രാജാവാണ്. സമൂൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 16 നാഥാൻ പ്രവാചകനിലൂടെ ദാവീദിന് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇപ്രകാരമാണ്: നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുമ്പിൽ സുസ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്നും വംശത്തിൽ നിന്നും പിറന്ന ക്രിസ്തു രാജാവാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. രണ്ടാമതായി, മിശിഹ എന്ന നിലയിൽ യേശു രാജാവാണ്. ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് പിറക്കുന്ന രാജാവ് തന്നെയായിരിക്കും മിശിഹ എന്ന വിശ്വാസം ബാബിലോൺ വിപ്രവാസകാലത്ത് ശക്തി ആർജിച്ചു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം
11 അധ്യായം 5-6 വചനങ്ങളിൽ മിശിഹായെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കാൻ വരുന്ന രക്ഷകനായാണ്. പഴയ നിയമത്തിലെ രക്ഷകനെക്കുറിച്ചുള്ള മിശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങളെല്ലാം യേശു മിശിഹായാണ്, രക്ഷകനാണ് എന്ന് പുതിയ നിയമത്തിൽ വ്യക്തമാക്കപ്പെടുന്നു. മൂന്നാമതായി, യുഗാന്ത്യത്തിൽ വരാനിരിക്കുന്ന രാജാവാണ് ക്രിസ്തു. മേഘാരൂഢനായി മഹത്വത്തോടെ ആഗതനാകുന്ന മനുഷ്യപുത്രൻ്റെ ചിത്രം ദാനിയേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിലും യേശുവിൻ്റെ പീഡാസകന വേളയിലും വ്യക്തമാക്കുന്നു. യേശുവിൻ്റെ രാജ്യത്വത്തിലേക്ക് ഇവ വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 18 അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ രാജ്യത്വത്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കുന്നു. പീലാത്തോസിൻ്റെ മുന്നിലുള്ള വിചാരണയാണ് പശ്ചാത്തലം. പീലാത്തോസ് വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിച്ച് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? റോമൻ ഭരണകൂടത്തിന് ഭീഷണി ഉയർത്തുന്ന ആരോപണമായിരുന്നു യഹൂദർ യേശുവിൻ്റെ മേൽ ആരോപിച്ചിരുന്നത്. എന്നാൽ പീലാത്തോസിൻ്റെ ചോദ്യത്തിന് യേശു പ്രത്യുത്തരം നൽകി, എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ഈ ലോകത്തല്ല എന്നത് തന്നെ യേശു അധികൃതർക്ക്, അധികാരികൾക്ക് ഒരു ഭീഷണിയല്ല എന്ന് വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് പീലാത്തോസ് പ്രത്യുത്തരിച്ചത്, അവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന്. യേശു ഇവിടെ തൻ്റെ രാജ്യത്വത്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കുന്നു. സത്യത്തിന് സാക്ഷ്യം നൽകുക എന്നതാണ് അവിടുത്തെ രാജ്യത്വത്തിൻ്റെ സ്വഭാവം. സത്യം എന്നത് വചനം അഥവാ ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലാണ്. ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ ഈ വെളിപ്പെടുത്തൽ സ്വീകരിച്ച് അതിന് വിശ്വാസത്തിലൂടെ ക്രിയാത്മകമായി പ്രത്യുത്തരിക്കുന്നവരാണ് തൻ്റെ രാജ്യത്തിലെ അംഗങ്ങളെന്ന് യേശു ഇവിടെ വ്യക്തമാക്കുന്നു. ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ യേശുവിൻ്റെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടെയാണ്. ക്രിസ്തുവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകതകൾ, ഒന്നാമതായി ഈ ക്രിസ്തുവിൻ്റെ രാജ്യം ദൈവപിതാവിൻ്റെ ഹിതം അന്വേഷിക്കുന്ന ജീവിതക്രമമാണ് ദൈവരാജ്യം. രണ്ടാമതായി, ലോകം അമൂല്യമെന്ന് കരുതുന്ന സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, ബഹുമാനങ്ങൾ എന്നിവയെ അവഗണിക്കുക, എന്നാൽ ലോകം വിലകൽപ്പിക്കാത്ത ദാരിദ്ര്യം, കണ്ണുനീർ, അവഗണന, അപമാനം എന്നിവയെ അമൂല്യമായി കരുതുന്നതുമാണ് ദൈവരാജ്യം. മൂന്നാമതായി, എല്ലാവർക്കും പ്രവേശനമുള്ളതും എല്ലാവിധ വിഭാഗീയ വർഗീയ അവകാശവാദങ്ങളെ തമസ്കരിക്കുന്നതുമാണ് ദൈവരാജ്യം. നാലാമതായി, ദൈവരാജ്യം ഈ ലോകത്തിൻ്റേതല്ല, ഹൃദയവിശുദ്ധിയിലും എളിമയിലും വളരുന്ന ദൈവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ്. ഏവർക്കും ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.